നമ്മളാണെങ്കിൽ നമ്മുടെ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ജയക്കണ്ണനെ കാണാനാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ സിറ്റി രക്ഷിക്കാനായിട്ടാണ്. ജയക്കണ്ണനെ കൂടെ കൂടാനായി വന്നതാണ് ഗൈസ്. ജയക്കണ്ണ ജയക്കണ്ണ ആരാണ്? ഞാനാണ് സോണിക്. ഓ നീയായിരുന്നോ? ഇങ്ങോട്ട് വാ. ഇതേ വരുന്നു. ജയക്കണ്ണ TV കാണുവാണോ? പിന്നല്ലാതെ ഇവിടെ ഇതൊക്കെ തന്നെ പണി. ഓ അങ്ങനെയാണോ? എങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അങ്ങനെയല്ല, ഇവിടെ ഇരുന്നോ. ഞങ്ങളുടെ കൂടെ TV ഉണ്ടോ? എന്തിനാ വെറുതെ പോകുന്നേ? ശരി എങ്കില് ഗൈസ്, അപ്പനും നമുക്ക് ജയക്കണ്ണന്റെ കൂടെ TV കാണാം. ജയക്കണ്ണ ന്യൂസ് ഒന്നും ഇല്ലേ പുതിയ? ന്യൂസൊക്കെ വരികയാണെങ്കിൽ അപ്പൊ തന്നെ ചാനൽ മാറി ന്യൂസ് വരും. ഓ അങ്ങനെയാണോ? എനിക്ക് സിറ്റി രക്ഷിക്കായിട്ട് കൈയൊക്കെ എന്തോ ആകുന്നു. നീ ഇങ്ങനെ കിടന്ന് ബേജാറാവല്ലേ, ന്യൂസൊക്കെ വരുവാടാ. നിനക്കുള്ള ന്യൂസ് വരും. എന്തായാലും നമ്മുടെ സിറ്റിയിൽ എല്ലാ ദിവസവും പ്രശ്നം നടത്താൻ ഇന്നും എന്തെങ്കിലുമൊക്കെ ഗുലുമാലുണ്ടാവും. ജയക്കണ്ണ മനസ്സിലായി. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്നാ. ശരി അണ്ണാ. നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ ഒരു ജയന്റ് കിങ് കോങ് വന്നിരിക്കുകയാണ്. ഈ കിങ് കോങ് ആണെങ്കിൽ സിറ്റിയിൽ ഒരാളെയും വെറുതെ വിടുന്നില്ല. ഈ കിങ് കോങ് ഇപ്പോൾ എല്ലാ സിറ്റിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിങ് കോങ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും കിങ് കോങ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഇവിടത്തെ ഒരാളെ ഞാൻ വെറുതെ വിടൂല. ഈ സിറ്റി എന്റെ കൈകളിലായിരിക്കും. ഒരുത്തനും ഇവിടെ ജീവിക്കൂല. ഇവിടെ ഇനി എന്തിനാ ബസ്സൊക്കെ? എന്റെ അനുവാദത്തോടെ ബസ്സൊക്കെ ഇറക്കിയാൽ മതി. ഇന്ന് ഞാൻ ശരിയാക്കി തരാളാ എല്ലാ എണ്ണത്തിനും. ആരും ഇവിടെ ഇനി ജീവിക്കുകയില്ല. ഈ സിറ്റി ഫുൾ ഞാൻ നശിപ്പിക്കും. എന്നെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ അത്രയും ശക്തനാണ്. കിങ് കോങ് പറഞ്ഞത് ശരിയാണോ? ഇവനെ തടുക്കാൻ ആരുമില്ലേ എന്നത് കാണാം. സോണിക്ക് നിനക്കുള്ള ന്യൂസ് എത്തിയല്ലോ. ഇനി എന്തായാലും നീ പോവുകയല്ലേ? ജയക്കണ്ണ എനിക്ക് പോകണം. എനിക്ക് സിറ്റി ഒന്ന് രക്ഷിക്കണം. അവന്റെ വിചാരം എന്താ? അവനെ തോൽപ്പിക്കാനായിട്ട് ആരുമില്ലെന്നോ? എങ്കിൽ ഉണ്ട്, ഈ സോണിക്കുണ്ട്. പക്ഷേ അവനറിയില്ലല്ലോ ഞാൻ അവനെ തീരുമാനമാക്കാനാണ് വന്നതെന്ന്. അവന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാണ് മക്കളെ. ഓ ശരി, എങ്കിലൊരു കാര്യം ചെയ്യ്, നീ വേഗം സിറ്റി രക്ഷിക്കാനായിട്ട് പോയിക്കോ. നിന്റെ കയ്യിലാണ് കേട്ടോ ഇതെല്ലാം. ഞാനെല്ലാം പൊളിച്ചടുക്കി വരും. ശരി. ഇങ്ങനെ തള്ളുവിടല്ലേ സോണിക്കേ. കൂടുതൽ ചിലക്കണ്ട, സോണിക്കിന് എല്ലാം അറിയാം. ആദ്യം നീയേ നേരങ്ങത്തിൽ ഒരു സാധനം കണ്ടുപിടിക്കേ. വഴക്ക് പറയുന്നത് കേക്കണ്ട അവനെ. അവൻ കൊച്ചുകുട്ടിയല്ലേ. കൊച്ചുകുട്ടി തേങ്ങാക്കൊല. എന്തായാലും ഗൈസ്, നമുക്ക് ആ കിങ് കോങ്ങിനെ കണ്ടുപിടിക്കാനായിട്ട് പോകാം. ഇന്ന് ആ കിങ് കോങ്ങിനെ കണ്ടുപിടിച്ച് 2 ഇടി ഇടിക്കണം. ആ കിങ് കോങ് എന്താ വിചാരിച്ച് അവനെ തടുക്കാനായിട്ട് ആരുമില്ലെന്നോ? പക്ഷെ ഞാനുണ്ട്. എന്നെ തടുക്കാനും വേറെ ഒരാൾക്കും കഴിയില്ല. ഇന്ന് ഈ സിറ്റി ഫുള്ള് നശിപ്പിക്കും. ഇവിടെ ഒരു വണ്ടി വേണ്ട, സൈക്കിൾ പോലും പോകരുത്. റോഡിലൂടെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. പിന്നെ കാട്ടിലൂടെ ഓടിക്കാൻ പറ്റുമോ? ഇതേതാ അവതാരം? ഹലോ, ആരാണ്? ഞാനാണ് സോണിക്, സൂപ്പർ സോണിക്. ഓ വലിയ കാര്യായി. അതിന് നീ ഏതാ? മാറിക്കെല്ലും കോലാപ്പി അവിടുന്ന്. എന്റെ എല്ലും കോലാപ്പിയോ? ഇടാ തടിയാ. നീയേ ബോണ്ട പോലെ ഇരിക്കുന്നുണ്ട്. ബോണ്ടക്കള്ള ബോണ്ട കറ്റ് നിന്ന് നീ തടിച്ചല്ലേടാ. ആരാടാ നിന്നോട് ഈ സത്യങ്ങൾ പറഞ്ഞത്? ആരും പറഞ്ഞില്ല, കണ്ടപ്പോ തന്നെ മനസ്സിലായി. ബോണ്ടക്കള്ള. ചിലക്കാണ്ട് പോളാ എല്ലും കോലാപ്പി. വല്ലാണ്ട് ഓവറാക്കേണ്ട ആവശ്യമില്ല. നീ സെറ്റി നശിപ്പിക്കല്ലേ. ഈ സിറ്റിയെ തൊടാൻ പോലും നിനക്ക് കഴിയില്ല. ഞാൻ തൊട്ടല്ലോ അപ്പോഴേ. നീയേ ഓവറാക്കാൻ നിക്കല്ലേ മോനെ. മര്യാദക്ക് പോകാൻ നോക്ക്. ഇന്ന പിടിച്ചോ. അയ്യോ, ഇതെന്താ ഈർക്കില് തല്ലുന്ന പോലെ ഉണ്ട്. അടങ്ങി നിക്കടാ. നീ കുറെ നേരായല്ലോ. നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. നീ കുറെ നേരായല്ലോ. ഞാന് അടിക്കണ്ട വിചാരിച്ചു നിൽക്കുമ്പോ ചെലച്ച് പോയിക്കോളൂ വിചാരിച്ചപ്പോ എന്താടാ നീ കാണിക്കുന്നത്? പിടിച്ച. അയ്യോ എന്റെ അമ്മേ, എന്റെ നടു. അടങ്ങി നിക്ക്. അയ്യോ അടിക്കലേ. സോറി ചേട്ടാ, അറിയാതെ പറ്റിപ്പോയതാണ്. വലിയ സിറ്റി രക്ഷകൻ വന്നിരിക്കാം. പോളാ. അയ്യോ ജാക്കണ്ണ. ഗായ്സ്, ഞാനിവിടെ തോറ്റുപോയി. എനിക്ക് ഇനിയും ശക്തി വേണം. എനിക്ക് എവിടെ നിന്ന് ഇനി ശക്തി കിട്ടും?
കിടന്നങ്ങ് പൊത്തി പട്ടിയെ പോലെ മോങ്ങണ. ഞാൻ പട്ടിയെ പോലെയല്ലേ മോങ്ങി, മനുഷ്യനെ പോലെയാ. പോളാ അവിടുന്ന്. നിനക്ക് ഒരിക്കലും എന്നെ തടുക്കാനായിട്ട് കഴിക്കില്ല. ജയക്കണ്ണ, ഇന്ന് ഞാൻ ജയക്കണ്ണനോട് എല്ലാം പറയും. ജയക്കണ്ണൻ എന്നെ രക്ഷിക്കും. ഇനി എന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. നമുക്ക് നമ്മുടെ സിറ്റി രക്ഷിക്കണ്ടേ ഗൈസ്? നമുക്ക് ജയക്കണ്ണന്റെ അടുത്തേക്ക് പോവാം. അണ്ണാ, അണ്ണാ, അവിടെ പുറത്ത് പിച്ചക്കാരൻ വന്നിക്കണ. അണ്ണാന്ന് വിളിക്കണേ. വേഗം പോയിട്ട് 10 ഉറുപ്പിക എന്തെങ്കിലും കൊടുത്തോ ഒഴിവാക്ക്. ആ ശരി, എങ്കിലും നോക്കാം. ജയക്കണ്ണ, പിച്ചക്കാരനൊന്നല്ല ഞാനോ. ഷിൻചാനെ നാറ്റിച്ചില്ലേ? ഞാൻ വിചാരിച്ചു പിച്ചക്കാരനെന്ന്. ശബ്ദം കേട്ടപ്പോഴാണ്. ജയക്കണ്ണ, ഞാൻ തോറ്റുപോയി ജയക്കണ്ണ. ഞാൻ പറഞ്ഞില്ലേ, പുളു അടിച്ചിട്ട് പോയതല്ലേ വലിയ ആളായിട്ട്. എന്നാലും ഷിൻചാൻ പറഞ്ഞത് ശരിയാ. ഞാൻ അവന് മുന്നിൽ തോറ്റുപോയി. എന്തൊരു ശക്തിയാ അവന്. നല്ല തടിയുണ്ട് അവന്. ആണെങ്കിൽ നല്ല ശക്തിയുണ്ട്, എല്ലാതും ഉണ്ട്. അത് തടിയല്ലേ ശരിക്കും, നല്ല മസില പെരുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും സോണിക്കിന് അതില്ലാത്ത ഞങ്ങൾ കുറ്റല്ല. എനിക്ക് ഇനിയും ശക്തി വേണം ജയക്കണ്ണ. ഷിൻചാനൊന്നും ഉണ്ടായിരുന്നേ. സോണിക്കിന് ശക്തിയല്ലേ വേണ്ടത്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അണ്ണാ, ശക്തി റെഡിമെയ്ഡ് കിട്ടോ? എന്ത്? ശക്തി റെഡിമെയ്ഡ് കിട്ടോന്ന്? അങ്ങനെയാണെങ്കിൽ എനിക്ക് എടുക്കാറുണ്ട്. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? പിന്നെ അണ്ണ പറഞ്ഞില്ലേ ശക്തി സെറ്റാക്കി കൊടുക്കാന്ന്. ഞാൻ വിചാരിച്ചു റെഡിമെയ്ഡ് അങ്ങ് മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊന്നല്ല, നമ്മൾ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത്. സയന്റിസ്റ്റ് ആരാ? അത് പിന്നെ നമ്മളുടെ ഒരാളാണ്. ആള് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും നടക്കും. സയന്റിസ്റ്റിന്റെ പേരാണ് ജെറാൾഡ് അല്ലേ? എങ്ങനെ മനസ്സിലായി? മൂപ്പരടുത്ത് പോയിരിക്കാം. ഞാനില്ല അയാളുടെ അടുത്തേക്ക്. അതെന്താ? അയാൾക്ക് ഇച്ചിരി കൂടുതൽ. അയാൾ കാശൊക്കെ കൂട്ടി മേടിക്കും. ഞാൻ ആളുടെ ഇച്ചിരി കൂട്ടായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കില്ല. പിന്നെ ഞാൻ നിന്നെയല്ലേ കൊണ്ടുവരുന്നേ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കില്ലടാ. നീ അതൊന്നും ആലോചിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓ അങ്ങനെയല്ലേ? എന്തായാലും ഇതല്ലേ ജെറാൾഡിന്റെ സ്ഥലം. എന്ത് പാടെ, ഇതൊക്കെ ഒരു സയന്റിസ്റ്റ് അല്ലേ? അപ്പൊ ജെറാൾഡ് എന്നൊക്കെ പറയാൻ പാടോ? സയന്റിസ്റ്റ് പറയണ്ടേ? ഹായ് ജെറാൾഡ് സയന്റിസ്റ്റ്. ഇവൻ എന്താ ഇവിടെ? അത് പിന്നെ ഇവന് ശക്തി വേണം, അതിനായിട്ട് ഞാൻ കൊണ്ടതാ. ഇവനെയോ? ഇവനെ ഞാൻ പറയുന്ന കാശൊന്നും തരാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. കാശ് വേണം, ഞാൻ തരാം. ജേക്കെ, നീ ആയതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല. എന്താ ഇപ്പൊ വേണ്ടത്? അത് ഇവന് ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കണം. കാരണം ഇവിടെയുള്ള കിങ് കോങ്ങിനെ നശിപ്പിക്കണമെങ്കിൽ ഇവൻ തന്നെ വേണം. അതെ, പ്ലീസ്, ഞാൻ ചെയ്തതിനൊക്കെ സോറി പറയാം. നിങ്ങൾ എന്നെ ഒന്ന് ശക്തിമാനാക്കി തരണം. ശരിയെങ്കിൽ വരൂ. കിങ് കോങ്ങിനെ നശിപ്പിക്കാനും നമ്മളുടെ സിറ്റിയെ രക്ഷിക്കാനും ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിക്കുന്നത്. മനസ്സിലായി? എങ്കിലേ ഈ മരുന്നങ്ങ് കുടിച്ചാ. ശരി, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. അയ്യോ, എനിക്ക് എന്താ പറ്റിയത്? ഇപ്പൊ നിനക്ക് ശക്തി വന്നിട്ടുണ്ടാവും. എങ്കിൽ ശരി സയന്റിസ്റ്റ്, ഞാൻ പോവുകയാണ്. ശരി, പോയിക്കോ. ജാക്കണ്ണ, എനിക്ക് ശക്തി വന്നോ? തേങ്ങാക്കൊല. എങ്കിലും അതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കട്ടെ നിന്റെ ശക്തി ഉണ്ട്. എൻ്റെ അമ്മേ, നടുവെട്ടിയല്ലോ നാഥാ. അയ്യോ, എൻ്റെ മൂഡ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുകയാണോ? എന്നാൽ ഇനി വിഷമിക്കേണ്ട. ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ കിന്നാരം ആപ്പ്. നിന്റെ ശക്തി ഉണ്ട്. എൻ്റെ അമ്മേ, നടുവെട്ടിയല്ലോ നാഥാ. അയ്യോ, എൻ്റെ മൂഡ്. ഗിരിയുടെ ശക്തി ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു ജാക്കണ്ണ. സോറി ജാക്കണ്ണ. അയ്യോ, എൻ്റെ മൂഡ് ഇടിച്ച് കലക്കിയിട്ട് അവൻ്റെ അമ്മൂമ്മയുടെ സോറി. എടാ, നീയേ എല്ലാം കഴിഞ്ഞിട്ട് സോറി പറഞ്ഞാലേ എല്ലാം തീരുന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. ജാക്കണ്ണ പോയിക്കോ. ഞാനേ കിങ് കോങ്ങിന്റെ അടുത്തേക്ക് നേരെ പോവാ. ശരി, പോയിക്കോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അടി കിട്ടി മോങ്ങി വരാൻ നിൽക്കരുത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അണ്ണാ. ഞാനേ ഇപ്പൊ ഫുൾ പവർഫുള്ളാ. ശരി ഗൈസ്, അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് കിങ് കോങ്ങിന്റെ മൂടിടിച്ച് കലക്കും. ബോണ്ടുകളെ ഡാ മോനെ, എന്തൊക്കെയുണ്ട്? ഓർമ്മയുണ്ടോ എൻ്റെ ഈ മുഖം? നന്നായിട്ട് ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടി മെഴുകി പോയവനല്ലേ? ഡേയ്, അങ്ങനെ ഓവറാക്കല്ലേ. ഇപ്രാവശ്യത്തെ എന്റെ പവർ ഇരട്ടിയുടെ, നിന്റെ പവറിനേക്കാൾ ഇരട്ടിയാ. ഒന്ന് പോളാൻ മോനെ, നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. എന്റെ രോമത്തിൽ പോയിരുന്നാണ്. എങ്കിൽ ഇന്ന് അവിടുത്തെ എൻ്റെ അമ്മേ, അയ്യോ, ഇനി എന്നെ അടിക്കല്ലേ. സോറി ചേട്ടാ. അയ്യോ, ചേട്ടാന്നോ? ഇനി ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല മോനെ. നിന്റെ കാര്യത്തിൽ തീരുമാനമായി. അയ്യോ, എന്നെ കൊണ്ടുപോവല്ലേ. കൊണ്ടുപോകൂടെ, ഇങ്ങോട്ട് വാ. അമ്മേ. അപ്പൊ സാറേ, എല്ലാ കാര്യങ്ങളും എങ്ങനെയുണ്ട്? എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിരിക്കണം. താങ്ക് യു സോണിക്. താങ്ക് യു മോനെ. അപ്പൊ ശരി, നിന്നെ സൂയിലൊക്കെ കൊണ്ടുവന്ന്. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യില്ലേ. ഞാൻ അവിടുത്തെ ചാടും എന്താണെങ്കിലും. കാണിച്ചാടാ നിന്നെ. എന്നിട്ട് നീ കുറെ ചാടും. ഗൈസ്, നമുക്കിന്റെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി വേഗം പോവാം.
ഗായ്സ് അങ്ങനെ ദേ നമ്മളാണെങ്കിൽ ഇതേ പാർക്കിലാണ് വന്നിരിക്കുന്നത് ഗായ്സ്. നമ്മളാണെങ്കിൽ ഞാനുണ്ട്, ഇതാക്കുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതെ ഷിൻചാനും ഡോറേമോനും കുറച്ച് കുട്ടികളും നിന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് കളിയാണ് എല്ലാ എണ്ണം കൂടെ. ദേ നിൽക്കുന്നു ഗൈസ് നമ്മളുടെ സാക്ക്. സാക്കേ എന്തൊക്കെയാടാ വിശേഷം? നീ എന്ന് പോയേ ഇവിടുന്ന്. നിന്റെ അടുത്തോടെ ഒരാളില്ലേ സംസാരിച്ച് വന്നിട്ട്? ആ ശരിയാ ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ കിങ് കോങ്ങിന്റെ കഥ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. നമ്മളുടെ സൂപ്പർ സോണിക് ആള് സൂപ്പർ തന്നെയാണ് ഗൈസ്. പിന്നെ നിങ്ങളെല്ലാവരും സൂപ്പർ സോണിക്കിന്റെ ആ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം ഗൈസ്. അപ്പം എന്തായാലും നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഇവിടെ നിൽക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും